ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ചാർജസ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, കൂലംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ, അതിൻ്റെ 2 ഡെറിവേഷൻസ് വരുന്നുണ്ട്, അതുപോലെ ടോർക്ക് ഓൺ ഡൈപോൾ, ഗോസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും വരുന്നുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് ഇലക്ട്രിക് ചാർജസ് ആണ്, അതായത് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. സോ ഇലക്ട്രിക് ചാർജസ് ഈസ് സംതിങ് വിച്ച് ഇസ് കെയിം ഫ്രം ആറ്റം. ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രിക് ചാർജ് വന്നത്. ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? ഒരു ന്യൂക്ലിയേഴ്സ് ഉണ്ട്, അതുപോലെ അതിന് ചുറ്റും ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതുപോലെ ന്യൂക്ലിയേഴ്സിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇനി ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് അതുപോലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് അവരെന്താ ചെയ്യുന്നത്? ദേ ക്രിയേറ്റ് എ ഫോഴ്സ്. അവർ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അതല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആകാം. നമുക്കറിയാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ, അതുപോലെ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. ഒരേപോലെയുള്ള ചാർജസ് റിപ്പൽ ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് അട്രാക്ട് ചെയ്യും. അതായത് ഒരു സ്പേസിൽ 2 ഇലക്ട്രോൺസ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടും ഒരു ഇലക്ട്രോണിൻ്റെ ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സിമിലർലി 2 പ്രോട്ടോൺസ് വെക്കുകയാണെങ്കിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. രണ്ടും റിപ്പൽ ചെയ്യും, സോ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണ് എന്നുണ്ടെങ്കിലോ അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അവരുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതുപോലെ ആയിരിക്കും. അതായത് നമുക്ക് എന്താണ് ചാർജ് എന്ന് മനസ്സിലായി, അതുപോലെ ചാർജസ് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഈ ചാർജിന്റെ, അതായത് ഈ ചാർജ് പാർട്ടിക്കിൾസിന്റെ വാല്യൂ അറിയണം. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജിന്റെ വാല്യൂ സെയിം ആണ്, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പ്രോട്ടോണിന്റെ വാല്യൂ എന്താണ്? പ്രോട്ടോണിന്റെ ചാർജിന്റെ വാല്യൂ 1.6 × 10⁻⁹ കൂളംബ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് സൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിന്റെ ചാർജും സെയിം തന്നെയാണ്, 1.6 × 10⁻⁹ കൂളംബ് ആണ്. ബട്ട് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട്. കൂളംബ് എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. അതിലൊരു 3 പ്രോപ്പർട്ടീസ്, അതായത് ചാർജ് പാർട്ടിക്കിൾസിന്റെ 3 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അഡിക്റ്റീവ് നേച്ചർ ഓഫ് ചാർജ് പാർട്ടിക്കിൾ, കൺസർവേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ആൻഡ് ഫൈനലി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇതിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതായത് കാൽക്കുലേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരു 2 പേജ് കൊടുത്തിട്ടുണ്ട് NCERT ടെക്സ്റ്റിൽ. ഇത് അത്രയൊന്നുമില്ല. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ, അതായത് കണ്ടിന്യൂഷൻ ഉള്ള ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ കണ്ടിന്യൂഷൻ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയും. ഇതും അത്ര തന്നെയുള്ളൂ. അതായത് ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഒരു ബോഡി, അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് Q എന്ന് പറയുന്നത് E ആയിരിക്കും, അതായത് 1.6 × 10⁻⁹ കൂളം. സപ്പോസ് 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2E ആയിരിക്കും. 3 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ 3E, 4 ആണെങ്കിൽ 4E ആയിരിക്കും. അങ്ങനെ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ ചാർജ് പാർട്ടിക്കിൾസിൽ ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? Q = NE. അതായത് n ഇവിടെ കൊടുക്കുന്നത് വഴി ഈ ഇക്വേഷനെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആക്കി, ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ ആക്കി, അതായത് കണ്ടിന്യൂഷൻ ഉള്ള ഇക്വേഷൻ ആക്കി മാറ്റി. സോ ഇത്രയേ ഉള്ളൂ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇലക്ട്രിക് ചാർജസ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഐദർ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അതല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആവാം. ഇനി ഏത് ഫോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ചാർജിന്റെ നേച്ചറിനെയാണ്. അതായത് ഒരു മീഡിയത്തിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ് എന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ളത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതല്ല, ഒരു പ്രോട്ടോൺ ആണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാവുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. സോ ഈ ഫോഴ്സ് എത്രയാണ് നമുക്ക് മെഷർ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഫോർമുലയാണ് കൂലംസ് ഫോർമുല, അതല്ലെങ്കിൽ കൂലംസ് ലോ എന്ന് പറയുന്നത്. സപ്പോസ് 2 ചാർജസ് ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്, Q1 ഉം Q2 ഉം. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ r. കൂലംസ് ലോ അനുസരിച്ചിട്ട് ഇവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഇനി
മാത്തമാറ്റിക്സിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ കെ ആണ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇതിന്റെ പേരാണ് കൂലംസ് കോൺസ്റ്റന്റ്. ഇനി ഈ കെക്ക് ഒരു വാല്യൂ ഉണ്ട്, 9 ഇൻറ്റു 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കൂലം സ്ക്വയർ. ഓക്കെ, സോ ഈ പറയുന്ന കെ ഇത് റിയാലിറ്റിയിൽ എന്തിന് ഇക്വലന്റ് ആണ്? 1/4πε0 ഇക്വലന്റ് ആണ്. ഇതില് 4 ഒരു കോൺസ്റ്റന്റ് ആണ്, പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, ε0 അത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം ആണ്. അതായത് ഈ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ എപ്പോൾ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഈ രണ്ട് ചാർജസും ഫ്രീ സ്പേസിൽ അതല്ലെങ്കിൽ വാക്വത്തിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് എയറിൽ ഇരിക്കുന്ന ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ, അതായത് 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഈ രണ്ട് ചാർജസ് വാട്ടറിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. അതുപോലെ കെറോസിനിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. സോ അതർ മീഡിയത്തിലാണ് എന്നുണ്ടെങ്കിൽ, എയർ അല്ലാത്ത അതർ മീഡിയത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. ഡിഫറൻസ് കണ്ടില്ലേ? നേരത്തെ ε0 ആയിരുന്നു, ഇവിടെ ε ആണ് വന്നത്. അതർ മീഡിയത്തിന് ε, അതായത് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ചാർജ് പാർട്ടിക്കിൾസ് വാക്വത്തിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 മൾട്ടിപ്ലൈ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഈ രണ്ട് ചാർജ് പാർട്ടിക്കിൾസ് വേറെ മീഡിയത്തിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലോ എഫ് എം ഇസ് ഈക്വൽ ടു 1/4πε Q1 Q2 ബൈ ആർ സ്ക്വയർ. സപ്പോസ് ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും കിട്ടുന്നത്? എഫ് ഡിവൈഡഡ് ബൈ എഫ് എം ഇസ് ഈക്വൽ ടു, കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും, ε ഡിവൈഡഡ് ബൈ ε0 ഉണ്ടാവും. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? ε ആറിന് ഇക്വലന്റ് ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതിന്റെ പേരാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ. ഇമ്പോർട്ടന്റ് നോട്ട്, ഇപ്പൊ പറഞ്ഞ കെയും അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും നേരത്തെ പറഞ്ഞ കൂലംസ് കോൺസ്റ്റന്റും ഡിഫറെന്റ് ആണ്. ഈ പറഞ്ഞ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. എഫ് ഡിവൈഡഡ് ബൈ എഫ് എം ഈസ് ഈക്വൽ ടു ε ഡിവൈഡഡ് ബൈ ε0 വിച്ച് ഈസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ. അതായത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാമെന്ന് വിചാരിക്കാം. ഓയിലിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്, അതായത് കെ 5 ആണ്. സപ്പോസ് ഒരു ചാർജ് എയറിൽ ഇരിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഫോഴ്സ് 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ചാർജ് ഓയിലിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോഴ്സ് എത്രയായിരിക്കും? സോ നമുക്ക് ഈ റിലേഷൻ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. എഫ് എം ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ കെ, അതായത് 10 ഡിവൈഡഡ് ബൈ 5. 2 കൂലംബാണ് അത് ഓയിലിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഫോഴ്സ്. സോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കൂലംസ് ലോ, കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ബട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് വെക്റ്റർ ഫോമിലുള്ള കൂലംസ് ലോ എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി ഫിഗർ കൺസിഡർ ചെയ്യുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ രണ്ട് ചാർജസ് ഇരിക്കുന്നുണ്ട്, Q1 ആൻഡ് Q2. ഒറിജിനിൽ നിന്ന് Q1 ഡിസ്റ്റൻസ് ആണ് R1, പൊസിഷൻ വെക്റ്റർ R1. അതുപോലെ ഒറിജിനിൽ നിന്ന് Q2 ഡിസ്റ്റൻസ് ആണ് R2, പൊസിഷൻ വെക്റ്റർ R2. അക്കോർഡിംഗ് ടു കൂലംസ് ലോ രണ്ട് ചാർജസ് ഒരു മീഡിയത്തിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റൊന്നിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ Q1ൽ Q2 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ നമുക്ക് F12 എന്ന് വിളിക്കാം. അതുപോലെ Q2ൽ Q1 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ നമുക്ക് F21 എന്ന് വിളിക്കാം. ഓക്കെ, ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു കെ മൾട്ടിപ്ലൈ ടു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്ക് വേണ്ടത് വെക്റ്റർ ഫോം ആണ്. വെക്റ്റർ ഫോമിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൾട്ടിപ്ലൈ ടു ആർ ക്യാപ്. എന്താണ് ആർ ക്യാപ്പ്? യൂണിറ്റ് വെക്റ്റർ ആണ്. യൂണിറ്റ് വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും, അതിന്റെ ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആർ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആർ. ഇനി ഈ യൂണിറ്റ് വെക്റ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ മാറും ഇക്വേഷൻ? വെക്റ്റർ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് മൾട്ടിപ്ലൈ ടു വെക്റ്റർ ആർ. ഏതൊരു ഇക്വേഷനെയും വെക്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് ആർ ക്യാപ്പ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ വെക്റ്റർ ഫോമിൽ ആർ ക്യൂബ് വരും, അത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ, രണ്ട് ഫോഴ്സ് ഉണ്ട് ഇവിടെ, F12 ഉണ്ട്, അതുപോലെ തന്നെ F21 ഉണ്ട്. ആദ്യത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കാം. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. Q1ലെ ഫോഴ്സ് ആര് കാരണം? Q2 കാരണം. വെക്ടർ F12 is equal to K into Q1 Q2 divided by R12 whole cube multiply to വെക്ടർ R12. ഇവിടെ വെക്ടർ R12 എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ R1 മൈനസ് വെക്ടർ R2. അതുപോലെ R12 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് വെക്ടർ R1 മൈനസ് വെക്ടർ R2 ഹോൾ ക്യൂബ്. സിമിലർലി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഓൺ Q2 ആര് കാരണം? Q1 കാരണം. സോ വി ക്യാൻ റൈറ്റ് വെക്ടർ F21 is equal to K into Q1 Q2 divided by R21 whole cube multiply to വെക്ടർ R21. ഇവിടെയും നമുക്ക് വെക്ടർ R21നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വെക്ടർ R1 മൈനസ് വെക്ടർ R2. അതുപോലെ ഡിനോമിനേറ്ററിലെ R21 ക്യൂബിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മോഡ് വെക്ടർ R2 മൈനസ് വെക്ടർ R1 ഹോൾ ക്യൂബ്. ഇനി ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. F12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21. സോ ഇതാണ് കൂലംസ് ലോയുടെ വെക്ടർ റെപ്രസെന്റേഷൻ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ആൻഡ് ഫൈനലി വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്സ് കവർ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്നാണ്. സോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? എന്താണ് ആക്ച്വൽ മീനിങ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? സപ്പോസ് ഒരു ചാർജ് Q+ കൺസിഡർ ചെയ്യാം. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഈ ചാർജ് ഇതിനു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. Q+ എന്ന് പറയുന്ന ഈ ഒരു ചാർജ് ഇതിനു ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത്. ഈ Q+ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി വേറൊരു ചാർജ് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ആ പുതിയ ചാർജിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ Q1 എന്ന് പറയുന്ന ഈ ഒരു പുതിയ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഈ Q1ന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഈ Q+ എന്ന് പറയുന്ന ചാർജാണ്. ഓക്കെ, സോ ബൈ ഡെഫിനിഷൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് മീൻസ് എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? E ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്പോൺ ചാർജ് അല്ലേ? ഒരു യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. സോ E ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്പോൺ ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല, അതൊരു വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ യൂണിറ്റ് എഴുതാൻ സാധിക്കില്ല. യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. സോ ന്യൂട്ടൺ പെർ കൂളംബ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റാർ ക്വാണ്ടിറ്റി ആണെന്ന്. വെക്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ വേണം അല്ലേ? ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ 3 പോയിന്റ് ഇവിടെ നമുക്ക് കിട്ടി. ഫസ്റ്റ് വൺ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. വെക്റ്റാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എങ്ങോട്ടാണ് പറഞ്ഞത്? ഫോഴ്സിന്റെ ഡയറക്ഷനിലോട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, സോ പോസിറ്റീവ് ചാർജ് ആണ് നമ്മുടെ സോഴ്സ് ചാർജ് എങ്കിൽ, അതായത് ഇവിടുത്തെ Q+ ആണ് എന്ന് വിചാരിക്കാം. പോസിറ്റീവ് ചാർജ് ആണ് സോഴ്സ് ചാർജ് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ്. അതായത് ഏതെങ്കിലും ഒരു ചാർജ് പുറത്തോട്ട് വന്ന്, അതായത് ഏതെങ്കിലും ഒരു ചാർജ് പുറമേ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പുഷ് ചെയ്ത് കളയും ഇതിനെ. ഇനി നമ്മുടെ സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, -Q ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇൻവേർട്സ് ആയിരിക്കും. കണ്ടില്ലേ? ഓക്കെ, സോ ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. ആക്ച്വലി ഇതൊരു ചെറിയ ഡെറിവേഷൻ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ ആ ഒരു ചാർജ് കാരണം ഉണ്ടാകാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള
ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര, ആ ഒരു ഫോർമുലയാണ് നമ്മളിന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു XY പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ദെൻ ഒറിജിനിൽ ഒരു ചാർജ് Q പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ Q എന്ന് പറയുന്നത് സോഴ്സ് ചാർജ് ആണ് കേട്ടോ, മറക്കരുത്. ഈ Q സോഴ്സ് ചാർജ് ആണ്. ഇനി ഈ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ടെസ്റ്റ് ചാർജ് ആയിട്ട് സ്മോൾ ക്യൂവിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. സോഴ്സ് ചാർജ് ക്യൂവിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ടെസ്റ്റ് ചാർജ് ക്യൂവിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ, ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കൂളംസ് ലോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ചാർജസ് ഉണ്ട്, അവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? F ഇസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതായിരുന്നു കൂളംസ് ലോ. സോ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എങ്ങനെ എഴുതും? F ഇസ് ഈക്വൽ ടു K ക്യാപിറ്റൽ Q സ്മോൾ q ഡിവൈഡഡ് ബൈ R². ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? E ഈസ് ഈക്വൽ ടു F അപ്പോൺ Q. സെക്കൻഡ് ഇക്വേഷൻ, ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഇക്വേഷൻ 1 ഈ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു K ക്യാപിറ്റൽ Q സ്മോൾ q ഡിവൈഡഡ് ബൈ R². ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ Q. ഈ രണ്ട് സ്മോൾ q ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന് പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. E ഈസ് ഈക്വൽ ടു K Q ഡിവൈഡഡ് ബൈ R². ഇത് എവിടെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഒരു ചാർജും ഡിസ്റ്റൻസും മാത്രം തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കൂളമ്പിൻ്റെ ഒരു ചാർജ് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. 10 കൂളമ്പിൻ്റെ ഒരു ചാർജ്. ഈ 10 കൂളമ്പിൻ്റെ ചാർജ് കാരണം 1 മീറ്റർ അകലെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്. സോ ഏതൊരു ഇക്വേഷനെയും വെക്റ്റാർ ഫോമിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മൾട്ടിപ്ലൈഡ് വിത്ത് R ക്യാപ്. R ക്യാപ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഡയറക്ഷൻ മാത്രമേ അതിനുള്ളൂ. സോ ഇക്വേഷൻ ഇങ്ങനെ മാറും. വെക്റ്റാർ E ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ R² മൾട്ടിപ്ലൈഡ് വിത്ത് R ക്യാപ്. ഈ R ക്യാപ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്റ്റർ E ഈസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ R³ മൾട്ടിപ്ലൈഡ് ടു വെക്റ്റർ R. കഴിഞ്ഞ വീഡിയോസിൽ ഇത് എങ്ങനെയാണ് R³ ആവുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. തേർഡ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതൊരു ഈസി ടോപ്പിക്കാണ്, തിയറി പാർട്ടാണ്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നത്. ഒരു ടൈപ്പ് റീജിയൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഏരിയ ആണ്. ആ ഒരു ഏരിയയിലോട്ട് വേറൊരു ചാർജ് വരാന്നുണ്ടെങ്കിൽ ആ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതിൽ വരുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക, ഒരു നെഗറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുക. ഇതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കാണ് പോകുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പോസിറ്റീവ് ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും, നെഗറ്റീവ് ചാർജിന് ഇൻവേർഡ് ഡയറക്ഷൻ ആയിരിക്കുമെന്ന്. സോ ഇതുപോലെ ഒരു ലൈൻ മാത്രമല്ല, കുറേ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇനി ഈ കാണുന്ന എല്ലാ ലൈൻസും കർവുകളാണ്. ഈ കർവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതായത് ഈ കർവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടാൻജന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? ഓൾറെഡി പറഞ്ഞതാണല്ലേ, പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങും, നെഗറ്റീവ് ചാർജിൽ വന്ന് അവസാനിക്കും. തേർഡ് ലൈൻ പറഞ്ഞത് ഈ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും ആ പോയിന്റിൽ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദേ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇവർ രണ്ടുപേരും ഒരിക്കലും, അല്ലെങ്കിൽ ഒരു ലൈൻസും ഒരിക്കലും ക്രോസ് ചെയ്ത് പോവില്ല, ഇന്റർസെക്ട് ചെയ്ത് പോവില്ല. ഇനി അടുത്ത പോയിന്റ് എന്താ? ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്? അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് ചാർജിൽ തന്നെ വന്ന് അവസാനിക്കുന്നില്ല. അങ്ങനെ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവിൽ തുടങ്ങി പോസിറ്റീവിൽ തന്നെ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ നെഗറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ തന്നെ വന്ന് നിൽക്കാം.
ഇതങ്ങനെയല്ലല്ലോ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടല്ലേ പോകുന്നത്. സോ ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അടുത്ത പോയിന്റ് എന്താണ്? ഫീൽഡ് ലൈൻസ് അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം ഫോഴ്സ് ഉണ്ടാകും. അകന്ന് നിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ലെസ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഈ ഒരു ഫീൽഡ് ലൈൻ കൺസിഡർ ചെയ്യാം. ഇവിടെ നിൽക്കുന്ന ചാർജ് പാർട്ടിക്കിളിന് കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം ഇവർ തമ്മിലുള്ള ലൈൻസ് അടുപ്പിച്ചാണ് നിൽക്കുന്നത്, ഫീൽഡ് ലൈൻ അടുപ്പിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാർജിനെ ടച്ച് ചെയ്ത് പോകുന്ന ലൈൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ചാർജിന് ഫോഴ്സ് കുറച്ചാണ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. കാരണം ഇവർക്ക് ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ടച്ച് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറവായിരിക്കും. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഡൈ എന്ന് പറയുന്നത് എന്താണ്? മീനിങ് ടു, രണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് ചാർജിന്റെ ഒരു സിസ്റ്റമാണ്. എന്ത് ടൈപ്പ് സിസ്റ്റം? അതായത് ആ സിസ്റ്റത്തിൽ രണ്ട് അൺലൈക്ക് ചാർജസ് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സിസ്റ്റം. രണ്ട് അൺലൈക്ക് ചാർജസ് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സിസ്റ്റം. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ അല്ലാത്ത ചാർജ്. ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇതുപോലെ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, ഇവർക്കിടയിൽ ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇവിടുത്തെ ഡിസ്റ്റൻസിനെ നമ്മൾ നെയിം ചെയ്യുന്നത് 2a. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജസിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. ഈ രണ്ട് ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം. സോ ഈ രണ്ട് കണ്ടീഷനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ചില സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് എന്തുകൊണ്ടാണ് 2a എന്ന് എടുത്തിരിക്കുന്നത്. നമുക്കൊന്നെങ്കിൽ a എന്ന് മാത്രം വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ r എന്ന് മാത്രം വിളിച്ചാൽ പോരെ. എന്തിനാണ് 2a? നോക്കൂ, ഇത് നെഗറ്റീവ് ക്യൂ, ഇവിടെ പോസിറ്റീവ് ക്യൂ. ഇതിന്റെ മിഡിൽ ഒറിജിൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒറിജിനിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് -a, ഒറിജിനിൽ നിന്ന് പ്ലസ് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് +a. പക്ഷേ ഡിസ്റ്റൻസ് ഒരിക്കലും മൈനസ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ, ടോട്ടലായിട്ട് എഴുതുമ്പോൾ 2a എന്ന് എഴുതും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഡൈപോൾ മൊമെന്റ്. ഇനി വരുന്ന ചാപ്റ്റേഴ്സിലും നിങ്ങൾ ഈ ടേം കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എന്താണ് ഡൈപോൾ മൊമെന്റ്? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ആണ്. അതെന്താ ചെയ്യുന്നത്? ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യും. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഈ ഡൈപോൾ ഉണ്ടല്ലോ, ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഇക്വേഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് P എന്ന ലെറ്റർ വെച്ചിട്ടാട്ടോ. സോ അതിന്റെ ഇക്വേഷൻ ഇതാണ്: P ഈസ് ഈക്വൽ ടു Q 2a. 2a എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്കതിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യണം അല്ലേ? വെക്റ്റർ P ഈസ് ഈക്വൽ ടു Q 2a. ഇനി വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ വേണം. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂവിലോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ. ഈ മൈനസ് ക്യൂ ചാർജിൽ നിന്ന് പ്ലസ് ക്യൂ ചാർജിലോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ എപ്പോഴും വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഇതിന്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ഡൈപോളിന്റെ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും അല്ലേ? പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആയിരിക്കും. പക്ഷേ ഇതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ എന്തായിരുന്നു? രണ്ട് ഓപ്പോസിറ്റ് ചാർജ്, ഒന്ന് പ്ലസ് ക്യൂ, ഒന്ന് മൈനസ് ക്യൂ, ഇവർക്കിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് 2a. ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡൈപോളിന്റെ ആക്സിസിലെ ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്നാണ്. ഓക്കെ, ഈ ഡൈപോളിന്റെ ആക്സിസിലെ ഒരു പോയിന്റിൽ ഉണ്ടാകാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സപ്പോസ് ഇതൊരു ഡൈപോൾ ആണ്. ഓക്കെ, ഒരു പ്ലസ് ക്യൂ, ഒരു മൈനസ് ക്യൂ, ഇവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് 2a. ഇത് ഡൈപോൾ ആണ്. ഈ ഡൈപോളിൽ ഈ ലൈനിൽ ഈ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ, ഈ ലൈനിനെയാണ് നമ്മൾ ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാകാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. തൽക്കാലം ഈ ഒരു പോയിന്റ് എടുത്തു, ഇതിനെ ഞാൻ P എന്ന് നെയിം ചെയ്തു. ഈ പോയിന്റിന്റെ പേരാണ് P. ഓക്കെ, ഈ P എന്ന് പറയുന്ന പോയിന്റ് ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ്. ഇനി ഈ പോയിന്റ് Pയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. P എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് പേര് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. പ്ലസ് ക്യൂ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ മൈനസ് ക്യൂ P എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്.
സോ നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണ്ടേ? നിങ്ങൾക്കറിയാം ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും പുറത്തേക്കായിരിക്കും, ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അതായത് ഈ പ്ലസ് ക്യൂവിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സിമിലർലി മൈനസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? ഇൻവേർഡ്സ്, ഉള്ളിലേക്കാണ്. അതായത് മൈനസ് ക്യൂവിന്റെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഈ മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഇവർ രണ്ടുപേരും ഡയറക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അതവിടെ അങ്ങനെ വെക്കാം. നമുക്ക് ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു KQ upon R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറയുന്നത് ചാർജും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. സോ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് E പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ R പ്ലസ് A ഹോൾ സ്ക്വയർ. പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R പ്ലസ് A. നോക്കൂ, ഇവിടെ വരെ ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് A ആണ്. സോ R പ്ലസ് A ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ മൈനസ് ക്യൂ ഈസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ R മൈനസ് A ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇനി ഈ രണ്ട് ഇക്വേഷനും, ഇക്വേഷൻ 1 ഇക്വേഷൻ 2, ഇത് രണ്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഈ മൈനസ് ക്യൂ ആണ് വലുത്. ഈ മൈനസ് ക്യൂ ഗ്രേറ്റർ ദാൻ ഇ പ്ലസ് ക്യൂ. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്റർ നോക്ക്. ഈ മൈനസ് ക്യൂവിന് R മൈനസ് A ആണ്, ഈ പ്ലസ് ക്യൂവിന് R പ്ലസ് A ആണ്. ഡിനോമിനേറ്റർ കൂടുന്നതനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കുറയാ ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ ഈ മൈനസ് ക്യൂ ആണ് വലുത് ഈ പ്ലസ് ക്യൂവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. കറക്റ്റ് അല്ലേ? സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു KQ അപ്പോൺ R മൈനസ് A ഹോൾ സ്ക്വയർ മൈനസ് KQ അപ്പോൺ R പ്ലസ് A ഹോൾ സ്ക്വയർ. ഇവിടെ KQ കോമൺ ആണ്. സോ അത് നമുക്ക് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ KQ ബ്രാക്കറ്റിൽ 1 ബൈ R മൈനസ് A ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ R പ്ലസ് A ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R പ്ലസ് A ഹോൾ സ്ക്വയർ മൈനസ് R മൈനസ് A ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും വരുന്നത്? നോക്കൂ, A പ്ലസ് B ഹോൾ സ്ക്വയർ ഇൻറ്റു A മൈനസ് B ഹോൾ സ്ക്വയർ. ഇതിനെങ്ങനെ എഴുതാം? A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. ഇത് തന്നെയല്ല ഇവിടെയുള്ളത്. R മൈനസ് A ഹോൾ സ്ക്വയർ ഇൻറ്റു R പ്ലസ് A ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് R സ്ക്വയർ മൈനസ് A സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ സാധിക്കും. അതങ്ങനെ കൊടുക്കാം. ഇനി ന്യൂമറേറ്ററിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എന്താ കിട്ടുന്നത്? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ പ്ലസ് 2RA മൈനസ് ബ്രാക്കറ്റിൽ R സ്ക്വയർ പ്ലസ് A സ്ക്വയർ മൈനസ് 2RA. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ R സ്ക്വയർ A സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആരുണ്ട്? 4RA ഉണ്ട്. KQ 4RA ഡിവൈഡഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്, അതായത് R Aനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെന്ന്. അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റ് P എന്ന് പറയുന്നത് വളരെ അകലത്തിലാണ്. സോ R ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ A. ഇതാണ് നമ്മൾ എടുക്കുന്ന അസംഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് Aനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഡിനോമിനേറ്ററിലെ A സ്ക്വയറിനെയാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ നമ്മൾ തൊടുന്നില്ല കേട്ടോ. ഓക്കെ, സോ ഇക്വേഷൻ എങ്ങനെ മാറും? KQ 4RA ഡിവൈഡഡ് ബൈ R പവർ 4. മുകളിലെ ആറും R പവർ 4ലെ ഒരു ആറും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 4KQA ഡിവൈഡഡ് ബൈ R ക്യൂബ്. ഇനി ഈ ഇക്വേഷനെ, അതായത് 4 ഉണ്ടല്ലോ, ആ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2KQ2A ഡിവൈഡഡ് ബൈ R ക്യൂബ് എന്ന് എഴുതാം. ആ 4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2AQ ഇതെന്താണ്? ഇത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചിരുന്നു. ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. അത് P എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ വീണ്ടും എങ്ങനെ ചേഞ്ച് ചെയ്തു? E ഈസ് ഈക്വൽ ടു 2KP ഡിവൈഡഡ് ബൈ R ക്യൂബ്. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്തായിരുന്നു? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ ആണ്. ഈ മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ ആണ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ഒരു മൊമെന്റം, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വന്നതുകൊണ്ടാണ് പറയുന്നത്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മൈനസിൽ നിന്ന് പ്ലസിലേക്ക്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. സെയിം ഡയറക്ഷൻ തന്നെയാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? P ക്യാപ്പ്. E ഈസ് ഈക്വൽ ടു 2KP ഡിവൈഡഡ് ബൈ R ക്യൂബ് ഇൻറ്റു P ക്യാപ്പ്. അതായത് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലോട്ട് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും പോകുന്നത്. കറക്റ്റ്.
നോക്കാൻ പോകുന്നത് ഡൈപോളിന്റെ ഇക്വിറ്റോറിയലിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോളിന്റെ സെന്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന പ്ലെയിൻ ആണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ, അതായത് ഈ ഡോട്ടിട്ട ലൈൻ. ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. സപ്പോസ് ഇതാണ് പോയിന്റ് പി. ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി പി എന്ന് പറയുന്ന ഈ പോയിന്റും ഡൈപോളിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്ലസ് ക്യൂ ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഈ ഡിസ്റ്റൻസ് √r² പ്ലസ് a² ആയിരിക്കും. സിമിലർലി മൈനസ് ക്യൂ ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസും √r² പ്ലസ് a² ആണ്. ഇനി ഈ പ്ലസ് ക്യൂ ചാർജ് പോയിന്റ് പിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൈനസ് ക്യൂ ചാർജും പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വെക്റ്റാർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡയറക്ഷനും കൂടി ഉണ്ട്. ഓൾറെഡി നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും പുറത്തേക്കായിരിക്കും. അതായത് പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പുറത്തേക്കാണ്. അതായത് ഇതുപോലെയാണ് ഇ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. അതുപോലെ മൈനസ് ക്യൂ, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഒരു നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്കാണ്, ഇൻവേർഡ് ഡയറക്ഷനിലാണ്. അതായത് മൈനസ് ക്യൂവിന്റെ ഉള്ളിലേക്ക്. ഇതുപോലെ വേണം വരയ്ക്കാനായിട്ട്. ഈ മൈനസ് ക്യൂ ഇപ്പൊ ഡയറക്ഷൻ കിട്ടി. ഈ പ്ലസ് ക്യൂവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ മൈനസ് ക്യൂവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമുക്കിനി എന്താ വേണ്ടത്? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു KQ ഡിവൈഡഡ് ബൈ r². അതായത് E പ്ലസ് ക്യൂ എന്തായിരിക്കും? KQ ഡിവൈഡഡ് ബൈ √r² പ്ലസ് a² ഹോൾ സ്ക്വയർ. അതായത് KQ ഡിവൈഡഡ് ബൈ r² പ്ലസ് a². സിമിലർലി ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നതും KQ ഡിവൈഡഡ് ബൈ r² പ്ലസ് a² ആയിരിക്കും. രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. ഇതത് രണ്ടുമല്ല, ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്, രണ്ടും തോന്നുന്ന പോലെ നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിൽ തീറ്റ ആംഗിൾ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കമ്പോണൻസ് എടുക്കണം. മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഫോഴ്സിന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇവരുടെ ആംഗിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്പോണൻസ് എടുത്ത് ഇവരെ ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് ഈ പ്ലസ് ക്യൂവിന്റെ കമ്പോണൻസ് എടുക്കാം. തീറ്റയ്ക്ക് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് ആണ് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇത് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ. സിമിലർലി ഈ മൈനസ് ക്യൂവിന്റെ കമ്പോണൻസ് എടുക്കാം. ഈ മൈനസ് ക്യൂ കോസ് തീറ്റ, ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് അല്ലെ? രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് KQ ഡിവൈഡഡ് ബൈ r² പ്ലസ് a² ആണ്. ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ മുകളിലേക്കും ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ താഴേക്കും. അതായത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവർ രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് ആരാണ്? ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ, ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. ഇവർ രണ്ടുപേരുടെയും ഡയറക്ഷൻ ഒരേപോലെയാണ്, രണ്ടുപേരും ഒരേ ഡയറക്ഷനിലോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. E നെറ്റ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് എങ്ങനെ എഴുതാം നമുക്ക്? 2KQ ഡിവൈഡഡ് ബൈ r² പ്ലസ് a² കോസ് തീറ്റ. ഇനി നമുക്കിവിടെ കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിൽ നിന്ന് തന്നെ നമുക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഫ്രം ദ ട്രയാങ്കിൾ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് a ഡിവൈഡഡ് ബൈ √r² പ്ലസ് a². ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിനോമിനേറ്ററിൽ അതായത് √r² പ്ലസ് a² എന്ന് പറയുന്നത് 1/2 ആണ് അല്ലെ? ഹോൾ പവർ 1/2 ആണ്. സോ ഡിനോമിനേറ്ററിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? r² പ്ലസ് a² ഹോൾ പവർ 3/2 എന്ന് എഴുതാം. ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ 2AQ എന്ന് പറയുന്നത് എന്താണ്? 2AQ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. അത് നമുക്ക് ക്യാപിറ്റൽ P എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. എന്തായിരുന്നു ആൻസർ? KP ഡിവൈഡഡ് ബൈ r² പ്ലസ് a² ഹോൾ പവർ 3/2. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അസംഷൻ നമ്മൾ എടുക്കാണ്. P എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളിൽ നിന്നും വളരെ ദൂരത്തിലാണ് പറയാണ്. R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ A. അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിലെ Aനെ നെഗ്ലക്ട് ചെയ്യാം. ഫൈനൽ ആൻസർ എന്തായിരിക്കും? KP ഡിവൈഡഡ് ബൈ r³ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി ഡയറക്ഷൻ മാർക്ക് ചെയ്യണ്ടേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മൈനസിൽ നിന്ന് പ്ലസിലേക്ക്, അതായത് ഇങ്ങോട്ട്. ഈ ഒരു കേസിൽ ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മൈനസ് P ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. നേരത്തെ പ്ലസ് P ക്യാപ്പ് എന്നാണ് കിട്ടിയത്. എന്തുകൊണ്ടായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെയും
ഡൈപോളിന്റെയും ഡൈപോൾ മൊമെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആയിരുന്നു. ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഡൈപോളിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അതുകൊണ്ട് -p cap എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ?